നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അലച്ചിലും ആവേശത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, അതിനുശേഷമുണ്ടായ കുട്ടിക്കലാശം, അതിനിടയിൽ നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങൾ, പരാതികൾ, അങ്ങനെ സംഭവ ബഹുലമായ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കേരളം വിധി എഴുതി എന്നുള്ളതാണ്. ജനമൊടുവിൽ പോളിംഗ് ബൂത്തിലെത്തി ഇനി കൂട്ടിയും കിഴിച്ചു മുന്നണികൾ കേരളം വിധി എഴുതും. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ പവേർഡ് ബൈ ബെർജർ പെയിന്റ്സ്. പെയിന്റ് യുവർ ഇമാജിനേഷൻ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്. കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ബെസ്റ്റ് വുഡ് ക്വാളിറ്റിയിലും ബെസ്റ്റ്, ഫിനിഷിലും ബെസ്റ്റ്. കേരള ജനത ഒന്നിച്ചിറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രകടമാണ് പോളിംഗ് ശതമാനത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് 78.25% ഇതുവരെയുള്ള പോളിംഗ്. അത് 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂർ അടക്കം 28 മണ്ഡലങ്ങളിൽ 80% കടന്നു. 84.63% രേഖപ്പെടുത്തിയ ചിറ്റൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. അജ്മലുണ്ടോ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി? അജ്മല, സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുള്ള ഒരു റെക്കോർഡ് പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജനം ആഞ്ഞിറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പ്രകടമാകും, ആർക്ക് അനുകൂലമാകുമെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. എന്താണ് പോളിംഗ് ശതമാനം ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം? ഇപ്പോൾ ഏതാണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗുകളിൽ ഒന്നാണ് ഈ ദിവസം നമ്മൾ കണ്ടത്. ഈ അവസാനം നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 78% എന്ന റെക്കോർഡ് ഭൂരിപക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. 1987 80% എന്ന റെക്കോർഡിലേക്ക് ഉറപ്പായും ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പോളിംഗ് ശതമാനം എത്തുമെന്നതിൽ സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ജനം എന്തോ ഒന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഈ വോട്ടർമാരുടെ വളരെ സജീവമായ ഇടപെടലുകളോടെ അവർ ബൂത്തിലേക്ക് എത്തുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിൽ UDF LDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം, ഭീമാപ്പള്ളിയിൽ താമസിച്ചെത്തിയ വനിതാ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ സംഘർഷം, പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ സൗത്തിൽ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്ന് ആരോപിച്ച് പരസ്പരം സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം, പിന്നീട് വയനാട് ജില്ലയിൽ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റേണ്ടി വന്ന സാഹചര്യം. അതും കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പല പ്രദേശങ്ങളിലും ഈ പ്രവർത്തകർ BJP CPI പ്രവർത്തകർ തമ്മിൽ കത്തിക്കുത്തിലേക്ക് പോകുന്ന സംഘർഷപരമായ സംഭവ വികാസങ്ങൾ, ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടതോ കൂട്ടായതോ ആയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഈ ദിവസം കേരളത്തിലെ ജനങ്ങൾ ആഘോഷിച്ചു എന്ന് ആനുറപ്പിക്കാൻ കഴിയുന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് കേരളത്തിലെ നിലവിലെ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിലേക്ക് നോക്കിയിട്ട് മുന്നണികളും അവരുടെ നേതാക്കളും പ്രതീക്ഷ ഒരുപോലെ വെച്ച് പുലർത്തുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വോട്ട് ചെയ്ത വികസന തുടർച്ചയ്ക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് മുഴുവൻ നന്ദി പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ 100ലധികം സീറ്റോടെ ടീം UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കറുത്ത കുതിരകളായിരിക്കും ഞങ്ങളൊന്നും, ഒരു തൂക്ക് മന്ത്രിസഭയാകും, തൂക്ക് സഭയാകും ഇത്തവണ കേരളത്തിൽ അധികാരത്തിലെത്തുക എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറയുമ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ പൂർണ്ണ പ്രതീക്ഷയിലാണ് 3 മുന്നണികളുമുള്ളത്. അതോടൊപ്പം തന്നെ താരപ്രചാരകരായിരുന്നവർ, താരപ്രഭയിലുള്ള സിനിമാ താരങ്ങൾ, അതോടൊപ്പം തന്നെ കായിക താരങ്ങളൊക്കെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മാതൃകയാകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടി നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് കണ്ടു. ഏതായാലും കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എന്തോ ആനുറപ്പിച്ചിറങ്ങിയപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മെയ് 4 വരുന്ന ഫലം കേരളത്തിലെ ഈ മുന്നണികളുടെ നെഞ്ചിടിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ആ വിധത്തിലാണ് ഇന്നത്തെ പോളിംഗ് കേരളത്തിലെ പൂർത്തിയായിട്ടുള്ളത്. സുഹൈൽ, ഈ ജനാധിപത്യത്തിന്റെ ഭംഗി തന്നെ ഇങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജനം ആഞ്ഞിറങ്ങി കുത്തിയിട്ടുണ്ട് വോട്ട്. അത് എന്തിനാകും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും കണക്കുകൂട്ടലുകളായിരിക്കും മുന്നണികൾക്ക്. മുൻകാലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു മുന്നണിക്കാണ് ഈ കൂടുതൽ പോളിംഗ് വന്നാൽ ഒരു മുന്നണിക്ക് പ്രതീക്ഷ ആ രീതിയിലാണ്. പക്ഷെ ഇപ്പൊ തിയറികളൊക്കെ ചരിത്രമൊക്കെ പലമാരകളാണ്. അതൊന്നും കാര്യമില്ല. മാജിക് എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടത്. നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. ഉറപ്പായും
അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. ചില തർക്ക വിതർക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനും CPIM പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി. ആലപ്പുഴ ലജനത്ത് സ്കൂളിലെ ബൂത്തിലാണ് ഈ തർക്ം. ബൂത്തിനുള്ളിൽ വോട്ട് ചോദിച്ചത് CPIM പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോകാം. ദൃശ്യം അശ്വിൻ ബാലയെ ആലപ്പുഴയിൽ നിന്ന്. അശ്വിന, അവരുടെ പഴയ തട്ടകത്തിലെ സുധാകരൻ സാറാണ്. സുധാകരൻ സാറുമായി ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് എന്താണ് പ്രശ്നം, എന്താണ് അവിടെ സംഭവിച്ചത്? സുനിൽ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തുന്നത്. അവിടെ സുധാകരനൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ ബൂത്ത് പരിസരത്ത് വോട്ട് തേടുന്നു എന്നുള്ളതായിരുന്നു CPIM പ്രവർത്തകരുടെ ആരോപണം. അത് അവിടെ സാധ്യമല്ല എന്ന് CPIM പ്രവർത്തകർ സുധാകരനെ അടക്കം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനോട് സുധാകരൻ പ്രകോപനപരമായാണ് ഇടപെട്ടത് എന്ന് CPIM പ്രവർത്തകർ പരാതിയും പറയുന്നുണ്ട്. അതേസമയം ജി സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തന്നെ ബൂത്തിലേക്ക് കയറ്റാൻ അനുവദിക്കാതെ അവിടെ CPIM പ്രവർത്തകർ തന്നെ തടയുകയായിരുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം CPIM പ്രവർത്തകർ പറയുന്നത് പരിധിക്കപ്പുറം കോൺഗ്രസ് പ്രവർത്തകരെയുമായി ബൂത്ത് പരിസരത്തേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാരോടക്കം വോട്ട് തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പെരുമാറ്റച്ചട്ടം പ്രകാരം അടക്കം തെറ്റായ സമീപനമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ബൂത്തിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് CPIM പ്രവർത്തകർ പോയത്. എന്തായാലും സുധാകരനും CPIM പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കുതർക്കം ഈ ലജനത്ത് സ്കൂളിൽ നടന്നു. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും CPIMന്റെ മുതിർന്ന നേതാക്കളും എത്തിയാണ് അവിടെ ഒരു അനുനയം ഉണ്ടായത്. വലിയ തർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രശ്നം അതിനുള്ളിൽ തന്നെ പരിഹരിക്കുകയും ചെയ്തു. എന്തായാലും ജി സുധാകരന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നേരത്തെ എച്ച്സലാം, അതായത് അമ്പലപ്പുഴ LDF സ്ഥാനാർത്ഥിയും ജി സുധാകരൻ നേരിൽ കണ്ടുമുട്ടിയത്. അപ്പോൾ എച്ച്സലാം സുധാകരൻ സാറേ എന്ന് പറഞ്ഞ് കൈ വീശിയിരുന്നു. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ സുധാകരൻ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതെ, അതായത് ഈ സുധാകരൻ സഖാവ് അതാണ്, അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കൗതുക കാഴ്ച കൂടിയാണല്ലേ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരെങ്ങനെയായിരിക്കും അതിനെ എടുക്കുക? ഇത്രയും കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ച നേതാവാണ്, ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്നത് എന്നുള്ള രാഷ്ട്രീയം. മറ്റു വാർത്തയിലേക്കാണ്. ഇത് കണ്ണൂർ മട്ടന്നൂരിലേക്കാണ്. കണ്ണൂർ മട്ടന്നൂർ എളന്നൂരിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രിയദർശിനി ക്ലബും മീത്തലെ പൊറോറയിലെ നെഹ്റു യുവജന വേദിയുടെ ഓഫീസിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത്. വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലും കള്ളവോട്ട് ആരോപണവും പരാതികളും ഉയർന്നിരുന്നു. വയനാട് പനമരത്ത് BJP ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടെന്ന പരാതിയെ തുടർന്ന് പോളിംഗ് ഓഫീസറെ മാറ്റി. പേരാവൂരിലും തൃക്കരിപ്പൂരിലും വനിതയടക്കമുള്ള UDF ബൂത്ത് ഏജന്റുമാർക്കെതിരെ LDF പ്രവർത്തകർ നായ്ക്കുരുടെ പൊടി വിതറിയെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ബൂത്തിലെത്തിയ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നെന്നാരോപിച്ച് പ്രതിഷേധവുമായി LDF പ്രവർത്തകർ രംഗത്തെത്തി. പോലീസ് ലാത്തി വീശി. നാദാപുരം നോർത്ത് MLP സ്കൂളിൽ UDF പ്രവർത്തകൻ കള്ളവോട്ട് ചെയ്തെന്ന LDF ആരോപണത്തെ തുടർന്ന് സംഘർഷമുണ്ടായി. കാസർഗോഡ് ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ ബൂത്തിനുള്ളിൽ കയറിയത് ലീഗ് പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷത്തിനിടയാക്കി. തളിപ്പറമ്പ് മലപ്പട്ടത്ത് ബൂത്ത് സന്ദർശിക്കാനെത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദനെ CPIMകാർ കൂക്കി വിളിച്ചു. പയ്യന്നൂരിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണവുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തി. പുറത്ത് നിന്ന് 4-5 ആളുകൾ ബൂത്തിനകത്ത് കടന്ന് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചു, എങ്ങനെയാണ് പുറത്ത് നിന്ന് ആളുകൾ വരുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ അക്ഷരം ഉരിയാടുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാരെന്നോട് പറഞ്ഞു, ചലഞ്ച് ചെയ്ത വോട്ടെല്ലാം ഒരു പരിശോധനയും നടത്താതെ ഈ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ മാനസിക വിഭ്രാന്തി ബാധിച്ച് പലതും വിളിച്ചു പറയുകയാണെന്ന് LDF സ്ഥാനാർത്ഥി TA മധുസൂദനൻ ആരോപിച്ചു. വയനാട് പനമരത്ത് ചെറുകാട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിൽ BJP ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടെന്ന UDF പരാതിയുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ഓഫീസറെ മാറ്റി. നേമമണ്ഡലത്തിലെ കാലടി ഗവൺമെന്റ് ഹൈസ്കൂൾ 101 നമ്പർ ബൂത്തിൽ BJP പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തെന്ന് UDF പരാതി ഉന്നയിച്ചു. തളിപ്പറമ്പ് മാവിച്ചേരി LP സ്കൂളിൽ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വോട്ടർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. തിരൂരിൽ പ്രവർത്തകരെ അന്യായമായി പോലീസ് അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച്
UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. കൊല്ലം പുനലൂർ വിളക്കുവട്ടത്ത് ബൂത്തിനുള്ളിൽ വോട്ട് പിടിച്ചെന്നാരോപിച്ച് LDF UDF കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. പേരാവൂരിലും തൃക്കരിപ്പൂരിലും വനിതയടക്കം UDF ബൂത്ത് ഏജന്റുമാർക്കെതിരെ LDF പ്രവർത്തകർ നായ്ക്കുറിനെ പൊടിയെറിഞ്ഞെന്ന് ആരോപണമുയർന്നു. തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരും LDF ബൂത്ത് ഏജന്റുമാരും തമ്മിൽ ബൂത്തിനകത്ത് വാക്കുതർക്കമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് പോര അല്പം കൈവിടുന്നുണ്ട്. കണ്ണൂരിൽ CPIM പ്രവർത്തകന് കുത്തേറ്റു. മയിൽ മുല്ലക്കൊടിയിൽ പോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന LDF ബൂത്ത് ഏജന്റ് PP പ്രകാശാണ് കുത്തേറ്റത്. മുല്ലക്കോടി UP സ്കൂളിലെ ബൂത്തിന് സമീപത്ത് വെച്ച് കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിച്ചത്. പ്രകാശൻ പോളിംഗ് കഴിഞ്ഞ് UDF ബൂത്ത് ഏജന്റായ ഭാസ്കരനൊപ്പം മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഭാസ്കരന്റെ സഹോദരനും കോൺഗ്രസ് പ്രവർത്തകനുമായ P കൃഷ്ണൻ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശനെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെ മയിൽ പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്. പരാജയം ഉറപ്പായ UDF വ്യാപകമായ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്ന് പ്രകാശനെ സന്ദർശിക്കാനെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വേറെ യാതൊരു സംഘർഷമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സംഘം അവിടെ പ്രകാശനെ മൃഗീയമായിട്ട് കുത്തിയത്. പരാജയം ഉറപ്പായപ്പോൾ കോൺഗ്രസ് ക്രിമിനൽ സംഘം കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടി ബോധപൂർവം പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്നാണ് കാണുന്നത്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ അവിടെ ശ്രീജേഷ് എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കളെ ഇതേപോലെ തന്നെ മൃഗീയമായ മർദ്ദനത്തിന് അവരിരയാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള വരവ് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലും ഇപ്പോഴും കടന്നാക്രമണത്തിൻ്റെ രീതിയിലാണ് കോൺഗ്രസ്സുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ സീറ്റ് നേടി LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ വിഭാഗം ജനങ്ങളും ഉണർവോടെ ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുകയാണെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സർക്കാരിന് ബോധപൂർവമല്ലാത്ത ചില കോട്ടങ്ങൾ സംഭവിച്ചെന്നും അത് തിരുത്തിയാകും പുതിയ സർക്കാർ വരികയെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. LDFന് 3ാം തുടർഭരണം ലഭിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് സ്റ്റേഷനുകളിൽ ആദ്യ മണിക്കൂറുകളുണ്ടായ വലിയ തിരക്ക് മുന്നണിക്ക് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് ഇടതു നേതാക്കൾ പങ്കുവെക്കുന്നത്. പുരോഗതിക്ക് ഇടവേള ഉണ്ടാകരുതെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് LDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവടുവെച്ച് നിൽക്കുകയാണ്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ CPIM ദേശീയ നേതൃത്വത്തിനും സംശയമില്ല. UDF സഹായിച്ചാലല്ലാതെ BJPക്ക് സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കാനാവില്ലെന്നാണ് CPIM ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. LDFന് അനുകൂലമായ വലിയ ഒരു ജനമുന്നേറ്റം, രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം, അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. തുടർഭരണം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് CPI സംസ്ഥാന നേതൃത്വവും. LDFന്റെ 3ാം ഊഴത്തിന് വേണ്ടിയാണ് വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ സ്ഥലങ്ങളിലും പ്രകടമാണ്. പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്ക് ലഭിച്ചതിന് ശേഷം ഓരോ മണ്ഡലങ്ങളുടെയും സാധ്യത വിലയിരുത്താനാണ് LDFന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. അയ്യന്റെ സ്വർണം കെട്ടവരെ ജനകീയ കോടതിയിൽ ശിക്ഷ വിധിക്കും ദിവസമാണിതെന്നും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് UDF. സംസ്ഥാനത്തെ കനത്ത പോളിംഗ് UDFന് അനുകൂലമായ തരംഗമെന്ന് നേതാക്കൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. 100-ന് മുകളിൽ സീറ്റുമായി ഇടതുമുന്നണിയെ കടപുഴക്കാനാകുമെന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. കേരളം ഇത്തവണ UDF തൂത്തുവാരുമെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി. തുടർഭരണം കേരളത്തിലെ LDFന്റെ ശവക്കുഴി തോണ്ടും. UDF കട്ടായം ഒരു തരം, 2 തരം, 3 തരം UDF ഭരണം ഉറപ്പിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാം ഇലക്ഷൻ കഴിയുമ്പോൾ. തുടർഭരണം വന്നാൽ
കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശവക്കുഴി തോണ്ടും. LDF സർക്കാരിനെതിരെ ജനം ഒന്നടങ്കം വിധിയെഴുതുമെന്ന് KC വേണുഗോപാൽ. 10 കൊല്ലക്കാലമായി നാട് ഭരിക്കുന്ന ഈ പിണറായി വീണ്ടും 5 വർഷം കൂടി ഭരിക്കണമോ? എനിക്കുറപ്പുണ്ട്, കേരള ജനത ഒറ്റക്കെട്ടായി അതിനെതിരെ വിധി എഴുതും. 100-ലധികം സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. മത്സരിച്ച സീറ്റുകളിലെല്ലാം വിജയപ്രതീക്ഷയെന്ന് മുസ്ലിം ലീഗ്. ബഹുഭൂരിപക്ഷം സീറ്റുകളും ലീഗ് നേടും. UDF തങ്ങൾ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കണക്ക്. എല്ലാവരും ഒരേ കണക്കാ ഏകദേശം പറയുന്നത്. ഓരോ ജില്ലയിലുള്ള കാര്യങ്ങൾ എടുത്ത് അനലൈസ് ചെയ്താൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരായ ജനവികാരം ആഞ്ഞടിച്ചതാണ് ഉയർന്ന പോളിംഗ് നിരക്ക് നൽകുന്ന സൂചനയെന്ന് UDF-ലെ മറ്റു ഘടകകക്ഷികളും വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ മുതൽ 7 സീറ്റ് വരെ ലഭിക്കുമെന്ന് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. 2020-യെ ചേർത്ത് മുന്നണി വിപുലീകരിച്ചതും ദേശീയ നേതാക്കൾ എത്തിയുള്ള പ്രചാരണം മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. A ക്ലാസ് മണ്ഡലങ്ങൾ തിരിച്ച് ചിട്ടയായ പ്രവർത്തനം, മധ്യ കേരളത്തെ ലക്ഷ്യമിട്ട് മുന്നണി വിപുലീകരണം, ഇങ്ങനെ മുന്നൊരുക്കങ്ങൾ പലതും നടത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവാദങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞു നിന്നത് NDA മുന്നണിയിൽ. FCRA നിയമ ഭേദഗതി മുതൽ കിറ്റും വോട്ടിന് നോട്ട് ആരോപണവും BJP-യെ മുൾമുനയിൽ നിർത്തി. എങ്കിലും വിവാദങ്ങൾ വോട്ടുകളെ ബാധിക്കില്ലെന്ന ഉറച്ചാത്മവിശ്വാസത്തിലാണ് നേതൃത്വം. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJP-ക്ക് ഒരു റോൾ തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. 30 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരം, ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും ഉറപ്പാക്കുക, ഇതാണ് NDA ലക്ഷ്യമിടുന്നത്. നേമം, തൃശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ വലിയ വിജയം ആണ് പ്രതീക്ഷിക്കുന്നത്. ആറന്മുളയും തിരുവല്ലയും ഉൾപ്പെടെ ഒപ്പത്തിനൊപ്പം കേരളത്തിൽ 3-ാം ബദൽ ഈ തിരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് MT രമേശ്. കേരളം 2 മുന്നണികൾക്കിടയിൽ മാത്രം ധ്രുവീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു പരമ്പരാഗത വിശ്വാസം മലയാളികളുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ്. മധ്യ കേരളത്തിലെ വോട്ടുകൾ ലക്ഷ്യമിട്ട് 2020-യെ NDA മുന്നണിയിൽ എത്തിച്ചു. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിടുന്ന BJP ഈ കൂട്ടുകെട്ട് മുതൽക്കൂട്ടാവും എന്ന ആത്മവിശ്വാസത്തിൽ. മികച്ച പോളിംഗ് നടന്നത് NDAക്ക് അനുകൂലമാകും എന്ന് BJP ക്യാമ്പ് പ്രധാനമായും വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും NDAയിൽ അത് വലിയ ചർച്ചകൾക്കും ഉയർച്ച താഴ്ചകൾക്കും തുടക്കമിടും. 24 കൊച്ചി. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരിൽ ആവേശത്തോടെ വോട്ട് ചെയ്ത നേതാക്കൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയും ക്യൂവിൽ നിന്നും നേതാക്കൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലെ 114-ാം നമ്പർ ബൂത്തിലെത്തിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വോട്ട് രേഖപ്പെടുത്തിയത്. Hoping that always good persons will be getting elected. I am very happy that I have voted, and I request all the people in the state that come out in large number and do this sacred duty. പതിവ് പോലെ കുടുംബാംഗങ്ങൾക്കും നേതാക്കൾക്കുമൊപ്പമെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പിണറായി RC അമല സ്കൂളിലായിരുന്നു മുഖ്യമന്ത്രിക്ക് വോട്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. LDF-ന് അനുകൂലമായ വലിയ ഒരു ജനമുന്നേറ്റം, രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം, അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ മൊറാഴ CH കമ്മാരൻ UP സ്കൂളിലായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വോട്ട് ചെയ്തത്. വട്ടിയൂർക്കാവ് സെന്റ് ജോൺ സ്കൂളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വോട്ട് രേഖപ്പെടുത്തി. KM മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ജോസ് K മാണി പോളിംഗ് ബൂത്തിലെത്തിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 7 മണിയോടെ തന്നെ വോട്ട് ചെയ്തു. പേരാവൂർ മണ്ഡലത്തിലെ ഇരിട്ടി സെയിന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് വോട്ട്. AK ആന്റണി തിരുവനന്തപുരം ജഗതിയിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ UDF-ന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ആലപ്പുഴ മണ്ണാർശാലയിലും KC വേണുഗോപാൽ തിരുവമ്പാടിയിലും വോട്ട് ചെയ്തു. പാണക്കാട് CKMM LP പോളിംഗ് ബൂത്തിലായിരുന്നു
മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്ക് വോട്ട്. തൊടുപുഴ പുറപ്പുഴ സ്കൂളിൽ മകനും സ്ഥാനാർത്ഥിയുമായ അപ്പു ജോൺ ജോസഫിനൊപ്പമെത്തിയാണ് PJ ജോസഫ് വോട്ട് ചെയ്തത്. BJP നേതാക്കളും സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ, R ശ്രീലേഖ എന്നിവർ തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ഗുരുവായൂർ ദേവസ്വം സ്കൂളിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്തു. വോട്ടെടുപ്പിന് അരമണിക്കൂർ മുൻപേ സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിലെത്തി. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി, ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. ഇത്തവണത്തെ ജനവിധി എങ്ങനെയാവുന്ന പ്രതീക്ഷിക്കുന്നത്? സർപ്രൈസസ് ഉണ്ടാവും. 2020 പ്രസിഡന്റ് സാബു M ജേക്കബ് എറണാകുളം വിലങ്ങ് UP സ്കൂളിലെത്തി വോട്ട് ചെയ്തു. ഇലക്ഷൻ ഡെസ്ക് 24. ജനമഹോത്സവത്തിന്റെ ഭാഗമായി മതമേലധ്യക്ഷരും സാമുദായിക നേതാക്കളും ഭരണമാറ്റം വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. പിണറായി വിജയൻ തുടരണമെന്നാണ് വ്യക്തിപരമായ ആഗ്രഹമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെത്തിയാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തിയത്. ഭരണമാറ്റം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് G സുകുമാരൻ നായർ. ജനാധിപത്യം വിജയിക്കണം, അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ആരാ ജയിക്കുന്നത് വെച്ചാൽ അവർ വരട്ടെ, അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം. ആലപ്പുഴ കണിച്ചുകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്തത്. പിണറായി വിജയൻ തുടരണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. നാടിന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വോട്ട് രേഖപ്പെടുത്തിയത്. ജനനന്മയ്ക്കായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചെന്ന് സീറോ മലങ്കര സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് മാർ ക്ലെമ്മിസ് കാതോലിക്ക ബാവ. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒരവസരം ആയുസ് കിട്ടി. അത് നന്മയ്ക്കായി, നമ്മുടെ ദേശത്തിന്റെ വളർച്ചയ്ക്കായിട്ട് എല്ലാവരുടെയും വോട്ട് ഉപകരിക്കട്ടെ. ആരെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഒരു തെരഞ്ഞെടുപ്പില് ജനങ്ങളാണ് രാജാക്കന്മാർ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ അടിമകളാണ്. രാജാക്കന്മാർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്നുള്ളത്. രാജ്യത്തിന് അത് വലിയ ഒരു തീരുമാനമായിരിക്കും, ജനങ്ങളുടെ തീരുമാനം. ജനായത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ. അപ്പോൾ രാജാക്കന്മാരായ ജനങ്ങൾ തീരുമാനിക്കും ആര് കസേരയിൽ വരണമെന്നുള്ളത്. FCRA നിയമ ഭേദഗതി ബില്ലിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. എപ്പോഴും ഓരോ ഇലക്ഷനും നല്ല പുതിയ പ്രതീക്ഷകളാണല്ലോ തരുന്നത്. നമുക്ക് മെച്ചപ്പെട്ട ഭരണം ലഭിക്കുന്നു, മെച്ചപ്പെട്ട ആൾക്കാർ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ. ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ പ്രതികരണം. ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിഗ്രഹങ്ങളുണ്ടായാൽ അതോടെ ജനാധിപത്യം തകരും. ഈ സമയത്ത് വോട്ട് ചെയ്യുന്നവരും ആർക്കാണ് വോട്ട് ചെയ്യപ്പെടേണ്ടവരും അവരെല്ലാവരും തുല്യരാണ്. ഇങ്ങനെ തുല്യരായിരിക്കുന്ന അവിടെ നിന്നാണ് ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയുമുണ്ടെന്ന ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക് 24. കേരളത്തിനൊപ്പം ജനവിധി എഴുതിയ അസമിലെ 85% കടന്ന് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി. മൂന്നാം വട്ടം BJP അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന അസമിൽ 2016 ശേഷം ഭരണത്തിലേക്ക് തിരിച്ചുവരാനാണ് കോൺഗ്രസിന്റെ പോരാട്ടം. അസമിൽ യുവജനവും സ്ത്രീകളും വൻതോതിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയാണ് കണ്ടത്. അന്തിമ കണക്കുകൾ വരുമ്പോൾ ചരിത്ര പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ജാലുക്ഭാരിയിലെ ഗരൽ ബുനിയാദി പ്രൈമറി സ്കൂളിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്.
കോൺഗ്രസ് അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ് രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. വനിതാ സംവരണ ബില്ല് ഭേദഗതി ചെയ്ത് വീണ്ടും പാസാക്കി നിയമമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അസമിലെ സ്ത്രീകൾക്കിടയിൽ അവസാന ലാപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾ വ്യാജരേഖകൾ ചമയ്ക്കുന്നു എന്ന BJPയുടെ വ്യാപക ക്യാമ്പയിനും ഇന്ന് കളം പിടിച്ചു. പൊതുവെ സമാധാനപരമായിരുന്നു അസമിലെ പോളിംഗ്. അതിനിടെ കാബി അങ്ലോങ് ജില്ലയിലെ ദിബു മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തു. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമായി ഭവിക്കുമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളത്. 24 ഡൽഹി. കേരളത്തിനൊപ്പം ജനവിധി എഴുതി പുതുച്ചേരിയും. 89.83% വോട്ടാണ് പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയത്. അതേസമയം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് 4834 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസ് പ്രകടന പത്രിക കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പുറത്തിറക്കി. റെക്കോർഡ് പോളിംഗ് ആണ് പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 82.2% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം വോട്ടേഴ്സിന്റെ നീണ്ട നിരയുണ്ടായി. ചിലയിടങ്ങളിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ സമാധാനപരമായിരുന്നു തിരഞ്ഞെടുപ്പ്. 30 മണ്ഡലങ്ങളിലേക്കായി 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മുഖ്യമന്ത്രി N രംഗസ്വാമി ബൈക്കിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥി ചിത്രമായി. 234 മണ്ഡലങ്ങളിലായി ആകെ മത്സരിക്കുന്നത് 4834 സ്ഥാനാർത്ഥികൾ. 7599 പേരാണ് പത്രിക നൽകിയത്. ഇതിൽ 305 പേർ പിൻവലിച്ചു. 2460 പത്രികകൾ തള്ളി. എല്ലാ മുന്നണികളും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തിരുവണ്ണാമലയിലും മറമലൈ നഗറിലും പ്രചാരണം നടത്തി. ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമിയുടെ പര്യടനം. TVK അധ്യക്ഷൻ വിജയ്ക്ക് 11-ന് കടലൂർ, വിഴുപ്പുരം എന്നിവിടങ്ങളിലും 12-ന് കന്യാകുമാരിയിലും പര്യടനം നടത്താൻ പോലീസ് അനുമതി നൽകി. 50 വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് പത്രിക പുറത്തിറക്കിയത്. റേഷൻ കാർഡ് ഉടമകളായ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകുമെന്നാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. 24 ചെന്നൈ. കോഴിക്കോട് വാണിമേലിൽ UDF ബൂത്ത് ഏജന്റിന് മർദ്ദനം. ബൂത്ത് ഏജന്റ് ജിജിന സുരേഷിനാണ് മർദ്ദനമേറ്റത്. കള്ളവോട്ട് നീക്കം തടയാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ജിജിന പ്രതികരിച്ചത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. കുറേ ലേറ്റ് ആയി ഞങ്ങള് ബൂത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതുവരെ അവരവിടെ കാത്തു നിന്നിട്ട് ഒരു പെണ്ണുങ്ങൾ ഒരു കയ്യിലൊരു എന്തോ ഒരു വടിയോ കഷ്ണം എന്തോ ഒരു സാധനം കൊണ്ട് വന്നിട്ട് എൻ്റെ തലക്ക് അടിച്ചത് ആദ്യം. പിന്നെ മുത്തലിവിനെ അടിച്ച്. പിന്നെ അപ്പം മുത്തലിവിനെ അടിക്കുമ്പോൾ ഞാൻ പിടിച്ചു വെക്കുമ്പോൾ പിന്നെ ആണുങ്ങളും വന്നിട്ട് എല്ലാവരും പിന്നെ ഒരു കൂട്ടാക്രമണേനും എവിടെയെല്ലാം അടി കിട്ടിയെന്ന് അറിയാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു ആക്രമണേനും ആടുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാനൊരു വീട്ടിൽ ഓടി കയറുന്ന വരെ എൻ്റെ പിറകെ വന്നിട്ട് അടിച്ചിനവര്. അനീഷ് ദേവസ്യ ഉണ്ട് കോഴിക്കോട്. അനീഷ് ദേവസ്യ, ഇത് ഇത്തരത്തിലുള്ള എത്രാമത്തെ വാർത്തയാണെന്ന് പോലും ഓർമ്മയില്ല. എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? സുഹേലി, വൈകുന്നേരം 5 മണിയോടെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ കോഴിക്കോട് വാണിമേൽ നെടുമ്പറമ്പ് LP സ്കൂളിൽ കള്ളവോട്ട് ആരോപണത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച UDF ബൂത്ത് ഏജന്റായ കിഴക്കിൽ ജിജിന സുരേഷാണ് മർദ്ദനമേറ്റത്. മർദ്ദനേറ്റത്തിൽ പരിക്കേറ്റ ഇവരെ ഇപ്പോൾ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ ബൂത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന് ജിജിന സുരേഷ് പരാതിപ്പെടുകയും ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്താണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത്. തടയാൻ ശ്രമിച്ച തന്നെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്നാണ് ജിജിന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജിജിന. ഈ സംഭവത്തെ തുടർന്ന് ബൂത്ത് പരിസരത്ത് നേരിയൊരു സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും പോലീസ് ഇടപെട്ട സ്ഥിതികൾ ശാന്തമാക്കിയായിരുന്നു. ഈ ജിജിനയെ മർദ്ദിച്ചവർക്കെതിരെ ഒരു കർശന നടപടി സ്വീകരിക്കണമെന്നാണ് UDF നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ, സുതാര്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അനിവാര്യമായ ആളുകളാണ് ഈ പറയുന്ന ബൂത്ത് ഏജന്റുമാർ. അങ്ങനെ ബൂത്ത് ഏജന്റുമാരെ മർദ്ദിക്കുന്ന വാർത്തകൾ ഇന്ന് തന്നെ പലതായി കേൾക്കുന്നുണ്ട്. BJPയെ പ്രതിരോധത്തിലാക്കിയ പാലക്കാട്ടെ വോട്ടിന് നോട്ട് ആരോപണം വോട്ടെടുപ്പ് ദിനത്തിലും സജീവ ചർച്ചയായി. പുറത്തുവന്ന ദൃശ്യങ്ങൾ AI ദൃശ്യങ്ങളെന്നാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ന്യായീകരണം. ശോഭാ സുരേന്ദ്രനെ പ്രതിരോധിക്കാൻ BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്താത്തതും ശ്രദ്ധേയമാണ്. ജനം BJPക്ക് മറുപടി നൽകുമെന്ന് UDF LDF സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. കണ്ണാടി തരുവക്കുറിശ്ശിയിലെ വോട്ടർക്ക് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമെത്തിയയാൾ പണം നൽകിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആരോപണത്തെ പ്രതിരോധിക്കാൻ പല വാദങ്ങളും ശോഭാ സുരേന്ദ്രനും ജില്ലയിലെ BJP നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നു. കഥ കെട്ടിച്ചമച്ച് പടർത്തുന്നുവെന്നും തന്നെ വേട്ടയാടാൻ മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നെന്നും ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ വേട്ടയാടാൻ വേണ്ടി
ജമാഅത്ത് ഇസ്ലാമിയുടെ തണലും പറ്റിക്കൊണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുകയാണ്. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കേരളത്തിലാകമാനമുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇതുകൊണ്ടൊന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാം എന്ന് വിചാരിക്കേണ്ട. വിവാദങ്ങൾ ചർച്ച ചെയ്യാനില്ലെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഇതിൽ നിയമങ്ങളുണ്ട്. പോലീസ് പരിശോധിക്കട്ടെ, EC പരിശോധിക്കട്ടെ, നിയമങ്ങളുണ്ട്. അത് നിയമപരമായ നടപടി അവരെടുക്കട്ടെ. അറിയില്ല, ആ ഇഷ്യൂ ഒക്കെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മതിയല്ലോ. BJPക്ക് ജനം മറുപടി പറയുമെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും LDF സ്ഥാനാർത്ഥി NMR റസാഖും പ്രതികരിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കുക? പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കാന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യമല്ല. ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് LDF പരാതിയുമായി മുന്നോട്ട് പോകും. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അത് ജനങ്ങൾ, പാലക്കാട് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ? വിവാദത്തിൽ അന്വേഷണം തുടരുകയാണ്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന BJP സൗത്ത് ഇന്ത്യൻ സെൽ ഭാരവാഹി സിമി സജീവിനെ പോലീസ് ചോദ്യം ചെയ്യും. ശനിയാഴ്ചയ്ക്കകം വരണാധികാരിയായ RDO ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 24 പാലക്കാട്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളും ഇന്നെത്തി. ശബരിമല യുവതീ പ്രവേശനത്തിൽ വീണ്ടും സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ അവിടുത്തെ ആചാരങ്ങൾ പാലിക്കണമെന്ന് ജസ്റ്റിസ് നാഗരത്നം. ഹിന്ദുമതത്തിൽ ഓരോ ആരാധനാലയങ്ങൾക്കും പ്രത്യേക ആചാരമുണ്ടെന്നും വിശാല ബെഞ്ചിന്റെ നിരീക്ഷണം. ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് NSSനും ക്ഷേത്ര സംരക്ഷണ സമിതിക്കും വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വൈദ്യനാഥൻ വാദം ഉന്നയിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുമതത്തിൽ ഓരോ ആരാധനാലയങ്ങൾക്കും പ്രത്യേക ആചാരമുണ്ട്. ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ക്ഷേത്രത്തിലെ ആചാരം പാലിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. ശബരിമലയിൽ മറ്റു മതക്കാർക്ക് വിലക്കില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥൻ വാദത്തിൽ പറഞ്ഞു. വ്രതമെടുത്താൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പോകാം. പോകുന്നവർക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ടായാൽ മതിയെന്നും വൈദ്യനാഥൻ വാദിച്ചു. വസ്ത്രം ധരിക്കുന്നതിലടക്കം പല ക്ഷേത്രങ്ങളിലും വ്യത്യാസമുണ്ടെന്ന് ഗുരുവായൂർ ക്ഷേത്രാചാരം പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. അവിശ്വാസിക്കും മതപരമായ വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജി വാക്കാൽ പറഞ്ഞു. ദൈവത്തിന്റെയും വിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ വാദം ഇന്ന് പൂർത്തിയാക്കിയത്. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം ചൊവ്വാഴ്ച നടക്കും. R. അച്യുതൻ, 24, ഡൽഹി. 2029 ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏപ്രിൽ 16 ചേരുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ബില്ലുകൾ പാസാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാരി ശക്തി വന്ദൻ, അഭിനയം ഭേദഗതിയും ഡീലിമിറ്റേഷൻ ബില്ലും ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ലോക്സഭയിലും നിയമസഭയിലും വനിതകളുടെ അംഗബലം 33% ഉറപ്പിക്കുന്നതാണ് നാരീശക്തി വന്ദൻ അഭിനയം ബില്ല്. നിയമം നടപ്പിലാക്കാൻ ബില്ലിന് 2011 സെൻസസിൽ അധിഷ്ഠിതമാക്കിയുള്ള ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 50% ഉയർത്താനുള്ള ഡീലിമിറ്റേഷൻ ബില്ലിനും ഇന്നലെ അംഗീകാരമായി. രണ്ട് ബില്ലുകളും ഏപ്രിൽ 16, 17, 18 തീയതികളിൽ ചേരുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നും എല്ലാവരും ബില്ലിനെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബില്ല് കോൺഗ്രസിന്റെ ആശയമാണെന്ന് പറഞ്ഞ KC വേണുഗോപാൽ കേന്ദ്രം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് വ്യവസ്ഥകൾ പ്രതിപക്ഷത്തിന് മുന്നിൽ വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് പറഞ്ഞു. That's why we asked for a all-party meeting. Government denied it. Anyway, we called a Congress working committee meeting tomorrow in New Delhi. We will discuss the issue in detail, and after that, we will consult with our India Alliance. പ്രത്യേക പാർലമെന്റ് സമ്മേളനവും വനിതാ സംവരണ ബില്ലിലെ ഭേദഗതിയും ചർച്ച ചെയ്യാൻ നാളെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. 24 ഡൽഹി. സമാധാന ചർച്ചകളിൽ ലെബനോണിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ ലെബനോണിലേക്ക് കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇറാൻ അമേരിക്ക സ്ഥിരം വെടിനിർത്തലിനുള്ള നിർണായക ചർച്ച നാളെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുമ്പോഴാണ് കനത്ത ആക്രമണം ഇപ്പോഴും ലെബനോണിൽ തുടരുന്നത്. അതിന്റെ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്കായി IRGC പുതിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക്
നാളെ ഇസ്ലാമാബാദ് വേദിയാകാനിരിക്കെയാണ് ലെബനോണിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. വെടിനിർത്തൽ കരാറിൽ ലെബനോൺ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വാദം. എന്നാൽ ലെബനോണിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നഗ്നമായ വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിമർശിച്ചു. വെടിനിർത്തൽ ചർച്ചകളിൽ ലെബനോണിന്റെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ലെബനോൺ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലെബനോണിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നതായി ഷെഹബാസ് ഷെരീഫും അറിയിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്കായി പുതിയ റൂട്ട് മാപ്പ് IRGC പുറത്തിറക്കി. ഇറാൻ സ്ഥാപിച്ച മൈനുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് IRGCയുടെ പുതിയ മാപ്പ്. കപ്പലുകൾ ഇറാനിയൻ തീരത്തോടടുത്തുള്ള വടക്കൻ കടൽപാത ഉപയോഗിക്കണമെന്നാണ് IRGCയുടെ ആവശ്യം. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു ദിവസം 15 കപ്പലുകളിൽ കൂടുതൽ കടക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകില്ലെന്ന് ഇറാൻ ആണവോർജ്ജ മേധാവി മുഹമ്മദ് എസ്ലാമി വ്യക്തമാക്കി. ഇറാന്റെ സമ്പുഷ്ടീകരണ പരിപാടി നിയന്ത്രിക്കുന്നതിൽ അമേരിക്ക വിജയിക്കില്ലെന്നും എസ്ലാമി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. 40 ദിവസത്തിന് ശേഷം ആക്രമണ ശബ്ദങ്ങൾ ഇല്ലാത്തതിന്റെ ആശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായില്ല. മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ഫെബ്രുവരി 28 ശേഷം ഇതാദ്യമായാണ് ചീറിപ്പായുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ശബ്ദം കേൾക്കാതെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ഉറക്കമെഴുന്നേൽക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം UAEയിൽ അലർട്ട് നൽകിയിട്ടില്ല. ഇന്ന് യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ലെന്ന് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 530ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 2300ഓളം ഡ്രോണുകളുമാണ് ഈ കാലയളവിൽ UAE നേരിട്ടത്. 194 മിസൈലുകളും 515 ഡ്രോണുകളും ചെറുത്തതായി ബഹ്റൈനും സ്ഥിരീകരിക്കുന്നു. ഇന്നലെ ആക്രമണമുണ്ടായ കുവൈറ്റിലും ഇന്ന് സ്ഥിതി ശാന്തമാണ്. മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കലാണ് ഇനി പ്രധാന ലക്ഷ്യമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. സ്ഥിരത ഉറപ്പാക്കുന്നതിനാണ് പരിഗണനയെന്നാണ് എക്സ് പോസ്റ്റ്. ബഹ്റൈൻ വ്യോമപാത തുറക്കാനായതും ഗൾഫ് മേഖലയ്ക്കൊന്നാകെ ആശ്വാസം പകരുന്നുണ്ട്. 1 ബില്യൺ ദിർഹത്തിന്റെ പാക്കേജ് നടപ്പാക്കി സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് UAE. പുതിയ നിക്ഷേപകരെ ആകർഷിക്കാനും ഇപ്പോഴുള്ളവരെ നിലനിർത്താനും കഴിയുന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ അടുത്ത ദിവസം UAEയിലെത്തുന്നുണ്ട്. 24 ദുബായ്. വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ ഇറാൻ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണനയെന്ന വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾക്കായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിലെത്തി. അതേസമയം രാജ്യത്ത് LPG ക്ഷാമം ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തെങ്കിലും അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ഇന്ത്യൻ പൗരന്മാരോട് ഉടനടി ഇറാൻ വിടണമെന്നും ഇറാൻ കടൽ മേഖലയിലുള്ള നാവികർ സുരക്ഷിത ഇടങ്ങളിൽ തുടരണമെന്നും എംബസി നിർദ്ദേശിച്ചു. അർമേനിയ, അസർബൈജാൻ അതിർത്തികളിലൂടെ ഇറാൻ വിടാനാണ് ഇന്ത്യ സൗകര്യം ഏർപ്പെടുത്തുന്നത്. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തറിലെത്തിയ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ ചർച്ചകൾ നടത്തും. അതിനിടെ ഹോർമുസ് കടലിടുക്ക് കടന്ന ഗ്രീനാശ LPG ടാങ്കർ മുംബൈ തീരത്ത് നങ്കൂരമിട്ടു. 15,400 ടൺ LPGയാണ് കപ്പലിലുള്ളത്. ഹോർമുസ് തുറന്ന് ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ ഊർജ്ജ വിതരണം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുമെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് M നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 7ാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്ന്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് അനുസ്മരണ പരിപാടികൾ കേരള കോൺഗ്രസ് M മാറ്റിവെച്ചു. ജോസ് കെ മാണി ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. ജോസഫ് ഗ്രൂപ്പ് അടക്കം മറ്റു കേരള കോൺഗ്രസ് നേതാക്കളും KM മാണിയുടെ കല്ലറയിലെത്തി. വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ, വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ. 2019 ഏപ്രിൽ 9-നാണ് KM മാണി വിടവാങ്ങിയത്. 7 വർഷം പിന്നിടുമ്പോൾ മകൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ അനുസ്മരണ പരിപാടികൾ ഇന്ന് ഉണ്ടായിരുന്നില്ല. രാവിലെ കത്തീഡ്രൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബം കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്നു. KM മാണിയുടെ ഓർമ്മയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകുമെന്ന് ജോസ് കെ മാണി. ആ ഓർമ്മകളാണ് ഞങ്ങളുടെ എല്ലാ മനസ്സിൽ. രാഷ്ട്രീയത്തിനും മതത്തിനും ആ മുന്നണിക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഇന്ന് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. അതിന് ആ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. ജോസഫ് ഗ്രൂപ്പും KM മാണിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ PJ ജോസഫ് എത്തിയില്ല. KM മാണി സാർ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നൽകിയ ഏറ്റവും
വിലപ്പെട്ട സംഭാവനകൾ ആദരവോടുകൂടി ഞങ്ങളെല്ലാവരും സ്മരിക്കുന്നു. കെ എം മാണിയുടെ കാലശേഷം പാലായിൽ ഇന്നേ വരെ കരുത്തു തെളിയിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയം ഏറ്റുവാങ്ങി. എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോസ് കെ മാണിയും കൂട്ടരും. ടോബി ജോൺസൺ, 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.